രാഹുൽ ഗാന്ധി കുറേ കൂടി ഇതിപ്പം കർണാടക ഇലക്ഷനേക്കാൾ കുറേ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കൂടി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അതിൽ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ് ഇത് മാത്രമേ ഉള്ളൂ. ആ മോഡലിൻ്റെ പേര് മത്തേയൂസ് ഫെരേറ എന്നല്ല, അത് ഒരു വെബ്സൈറ്റുണ്ട്. ആ വെബ്സൈറ്റിൽ ആർക്കും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്താണ് പറയാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതാണ്, ഒരു ക്രെഡിറ്റും കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോട്ടോകൾ, മോഡലുകളുടെ എന്ത് ചോദിച്ചാലും നമുക്ക് അതിൽ കിട്ടും ആ വെബ്സൈറ്റിൽ. അതിൽ നിന്നാണ് ഇവർ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്കാരെന്ന് തോന്നുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ലാറ്റിൻ അമേരിക്കയിലും ബ്രസീലിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോകൾ തപ്പിയെടുത്ത് ഉപയോഗിച്ചാണത്. അത് അപ്ലോഡ് ചെയ്ത ആളുടെ പേരാണ് ഈ മത്യൂസ് ഫെറേറോ എന്നുള്ളത്. അത് രാഹുൽ ഗാന്ധി അവിടെ മാത്രമാണ് മിസ്റ്റേക്കുള്ളത്, ബാക്കി മുഴുവൻ എന്താണ് പറയുക, ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ആക്രമണമാണെന്ന് രാഹുൽ ഗാന്ധി നടത്തിയത്. അപ്പോൾ ഇത് അത്ഭുതം ഉണ്ടാക്കുന്നതൊന്നുമല്ല. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര ഫയൽസ് പുറത്തു വരുമ്പോൾ, ഇതിപ്പോൾ എച്ച് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രജൻ ബോംബല്ല, ഹരിയാന ഫയൽസാണ്. മഹാരാഷ്ട്ര ഫയൽസ് പുറത്തു വരികയാണെങ്കിൽ ഇതിലും ആഘാതമുള്ള സ്ഫോടനമായിരിക്കും ഉണ്ടാകാൻ പോവുക. കാരണം മഹാരാഷ്ട്രയിലാണ് ഇത് വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ, 8-10 മണ്ഡലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് ചെറിയ മാർജിന് തോറ്റ മണ്ഡലങ്ങളുടെ മാത്രം കണക്കാണ് ഇത് രാഹുൽ ഗാന്ധി എന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് പല സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചെറിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതലും BJP ജയിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുടെ പേപ്പർ തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ചെറിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ BJP മാത്രം ജയിക്കുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ വലിയ ഭൂരിപക്ഷമൊന്നും വേണ്ട. ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കാൻ എല്ലാ സീറ്റിലും ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട, ചെറിയ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക, അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മോഡസ് ഓപ്പറാണ്ടി. ഇവിടെ ഒരാൾ, ഇപ്പോൾ ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഉള്ള ആൾ 200-300 സ്ഥലത്ത് വോട്ട് ചെയ്തു. ഇന്നിപ്പോൾ അമിത് മാളവിയ BJPയുടെ സോഷ്യൽ മീഡിയ ഇൻചാർജ് ആയിട്ടുള്ള ആൾ പറയുന്നത് അതെങ്ങനെ, രാഹുൽ ഗാന്ധി പറയുന്നത് പൊട്ടത്തെറ്റാണ്, അതെങ്ങനെ സാധ്യമാവും? 200 വോട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഈ വോട്ടിംഗ് ടൈമിൽ ഓടി നടന്ന് ചെയ്യാൻ കഴിയുക? സുരേന്ദ്രൻ ചോദിക്കുന്നു. അതാണ് ഇവർ ചോദിക്കുന്നത്. ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു ചോദ്യമാണത്. ഞാൻ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ തൃശ്ശൂർ വോട്ട് ചേർത്തപ്പോൾ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും 50,000 വോട്ടെങ്കിലും ചേർത്തിട്ടുണ്ടെന്നാണ് ഒരു ഊഹക്കണക്ക്. ഈ 50,000 പേരെ മൊബൈലൈസ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയാണോ? അതല്ല, ഈ വോട്ടർ ലിസ്റ്റിൽ പേരുകളുണ്ടാവും, അത് വേറെ ആരെങ്കിലും ചെയ്യുകയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വോട്ടർ ലിസ്റ്റിൽ ചിലപ്പോൾ പേരുണ്ടാവും, അത് UP നിന്നുണ്ടാവും, മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന് വോട്ട് ചേർത്തിട്ടുണ്ടാവും, അപ്പോൾ പലയിടത്തും വോട്ടുണ്ടാവും. ഈ വ്യാജ വോട്ടുകൾ ആ ആളുകൾ വന്ന് ചെയ്യുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അത് വേറെ ആരോ ചെയ്യുകയാണ്. ഈ വേറെ ആരോ ചെയ്യുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ബൂത്ത് ഏജൻ്റുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹരിയാന പോലുള്ള സ്ഥലത്ത് കോൺഗ്രസിന് കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്, കോൺഗ്രസിന് പാർട്ടി പ്രവർത്തകരുള്ള സ്ഥലമാണ്. അവിടെ ഒരാൾ കള്ളവോട്ട് ചെയ്യാൻ വന്നാൽ അവിടുത്തെ ബൂത്ത് ഏജൻറ്റുമാർ തടയും. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടെന്ന് 5 മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് പിന്നീട് വന്ന കണക്ക്. അവിടെ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരറിയുന്നില്ല ഈ വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്. 5 മണിക്ക് ശേഷം എങ്ങനെയാണ് ഇത്ര തിരക്ക് കൂടുന്നത്, 5 മണിക്ക് ശേഷം എങ്ങനെയാണ് ഇത്രയും വോട്ട് പോൾ ചെയ്യപ്പെടുന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനമാണ്. ഞാൻ വ്യക്തിപരമായി സംശയിക്കുന്നത് ഇത് വ്യക്തികൾ വന്ന് വോട്ട് ചെയ്യുന്നതല്ല. 5 മണിക്ക് ശേഷം ഉണ്ടാകുന്ന പോൾ പെർസെൻറ്റേജ് വർധന ഏതെങ്കിലും വ്യക്തികൾ വന്ന് കള്ളവോട്ട് ചെയ്യുന്നത് പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് EVM ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കോൺഗ്രസ് ഇതുവരെ പോളിംഗ് ഉദ്യോഗസ്ഥരെയും സംശയിക്കാം. അല്ല, ഞാൻ പറഞ്ഞ EVM എന്ന് പറയുന്നത് അങ്ങനെയാണ്. EVM-ൽ മനുഷ്യർ ചെന്ന് വോട്ട് ചെയ്യാതെ എങ്ങനെ വോട്ട് വീഴുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ്, നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള ഗ്രൗണ്ട്സ് ഒന്നും ഇപ്പോൾ ഇല്ല. അതെങ്ങനെ വോട്ട് വീഴുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതുവരെ അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഈ 5 മണിക്ക് ശേഷം ഇത്രയും അധികം വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നു, വോട്ടർ ലിസ്റ്റിലുള്ള വ്യാജ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നു എന്നുള്ള ക്വസ്റ്റ്യന് ഇനിയും മറുപടിയില്ല, അത് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് ഈ മുഴുവൻ വിവാദങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത്. അതാണ് വോട്ടർ ലിസ്റ്റിൽ ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, വോട്ടർ ലിസ്റ്റിലുള്ള മുഴുവൻ വോട്ടർമാരേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളുണ്ടായിട്ടുണ്ട്. 50 ലക്ഷം വോട്ടർമാരായിരിക്കും ആകെ ഉണ്ടാവുക, ചിലപ്പോൾ 55 ലക്ഷം വോട്ട് പോൾ ചെയ്യപ്പെടുന്നു. ഇത് സംഭവിക്കുന്നതാണ്. പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ എണ്ണി വരുമ്പോൾ അതിലും കൂടുതലായിരിക്കും വോട്ട് ഉണ്ടാവുക. അതായത് ഈ കണക്ക് നോക്കാതെ വന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അവസാന നിമിഷത്തെ ഹറിബറിയിൽ ഈ കണക്കൊന്നും നോക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അത് ഏത് ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോഴും നമുക്ക് തെളിവ് അവശേഷിപ്പിക്കാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും തെളിവ് എവിടെയെങ്കിലും വീഴും, അതാണ് പ്രശ്നം. അങ്ങനെ തെളിവ് അവശേഷിക്കുന്ന എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് തെളിവായി, നിയമപരമായ തെളിവായി മാറാതിരിക്കാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നശിപ്പിക്കാം എന്ന ഓർഡർ ഇട്ടുകൊണ്ട് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ വ്യക്തിപരമായി കുറേ അധികം നാളുകളായി ഈ വോട്ടട്ടിമറിയെ പറ്റി വ്യക്തിപരമായി സംശയിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് വളരെ വൈകിയാണ് ഇത് ടേക്കപ്പ് ചെയ്തെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അവർ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ വൈകിയാണ്. അതിന് അവർക്ക് അവരുടേതായ കാരണമുണ്ട്. കാരണം
ഒരു ജനാധിപത്യ പ്രക്രിയയിലെ വോട്ടിങ്ങിനെ സംശയിച്ചു തുടങ്ങിയാൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ കൂടി വോട്ട് ചെയ്യില്ല എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വോട്ട് ചോരി നടന്നു, ഇവിടെ വോട്ട് ചോരി നടന്നു നിരന്തരം ആക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? എന്തിനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിന് വോട്ട് ചെയ്താലും ബി ജെ പി ആയിരിക്കും. പിന്നെ വോട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ തന്നെ വോട്ട് ചെയ്യില്ല. പക്ഷേ ഇത് അതിൻ്റെയൊക്കെ ഒരു ത്രഷോൾഡ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിശബ്ദരായിരുന്നൊരു കാര്യമില്ല. കാരണം തങ്ങളുടെ കൺമുമ്പിൽ എല്ലാം കുത്തിയൊലിച്ച് പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. നാളെയല്ലേ? നാളെയാണ്. അപ്പോൾ ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇരിക്കുകയായിരുന്നു, SIRൻ്റെ കേസ് ഇരിക്കുക. അപ്പോൾ SIRൻ്റെ കേസ് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 4-ാം തീയതിയിലേക്ക് ഇത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും കേട്ടിരുന്നു. അപ്പോൾ നാളെ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ അന്തിമ വോട്ടർ പട്ടികയുടെ സ്റ്റാറ്റസ് എന്താണ്? ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? അപ്പോൾ ഇന്ന് പലരും പല BJP നേതാക്കളും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കോടതി പോയിക്കൂടെ, കോൺഗ്രസിന് കോടതി പോയിക്കൂടെ? ബീഹാറിലെ SIRലെ അന്തിമ വോട്ടർ പട്ടികയുടെ ലീഗൽ സ്റ്റാൻഡിനെ കുറിച്ചുള്ള വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ വാദം ഇന്നലെ അവിചാരിതമായി മാറ്റിവെച്ചു സുപ്രീം കോടതി. അവിചാരിതമായി വെച്ചാൽ വേറെന്തോ തിരക്കുണ്ടായിരുന്നു, വേറെന്തോ ഭരണഘടനാ ബെഞ്ച് വേറെന്തോ അതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് മാറ്റിവെച്ചു. നാളെ ഇലക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് കോടതികൾ തെരഞ്ഞെടുപ്പ് കേസുകൾ പരിഗണിക്കുന്നതിലുള്ളൊരു പ്രശ്നം. കോൺഗ്രസിന് ഇനി മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ്. മഹാരാഷ്ട്ര ഫയൽസ് കൂടി പുറത്തു കൊണ്ടുവരണം. മഹാരാഷ്ട്ര ഫയൽസ് കൊണ്ടുവന്ന് എങ്ങനെയാണ് വോട്ട് അട്ടിമറിക്കപ്പെടുന്നുള്ള ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മറ്റൊരു കാര്യം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ബീഹാറിൽ കുറേ അധികം വോട്ടുകൾ നീക്കപ്പെട്ടിട്ടുണ്ട്, കുറേ അധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. നിങ്ങളാരും ഞങ്ങളോട് പരാതി പറഞ്ഞില്ല. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ആരുടെയും പരാതി കിട്ടിയില്ല. കോടതി പോലും പറഞ്ഞത് ഒരു ക്ലെയിമും ഉണ്ടായിട്ടില്ല എന്നാണ്. ക്ലെയിം ആരോടാ പറയേണ്ടത്? BLOമാരോടാണ്. BLOമാർ ക്ലെയിം ടേക്കപ്പ് ചെയ്തില്ല, എന്ത് ചെയ്യും? ആരോട് പറയും? അപ്പോൾ ബീഹാറിൽ മറ്റൊരു ഫലം നമ്മളിപ്പോൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഇതൊരു എന്താണ് പറയുക, ഒരു സമ്പൂർണ്ണമായ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം തന്നെ കോൺഗ്രസ് നടത്തേണ്ടി വരും. അതൊരു താൽക്കാലികമായ റവല്യൂഷനോ അല്ലെങ്കിൽ താൽക്കാലികമായൊരു ആന്തോളനമൊന്നും ആയിരിക്കില്ല. അതൊരു നീണ്ട കാലത്തെ പ്രോസസ്സായിരിക്കും. അതിനിടയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ തോക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ മുമ്പിലുള്ളത് തെളിവുകളാണ്. ആ തെളിവുകൾ കോടതികൾക്ക് പോലും അവഗണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ ഇനിയും അണർത്തി ചെയ്യപ്പെടേണ്ടി വരും. അത് പുറത്തേക്ക് വരും. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. അല്ലാതെ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണ്? ഇതേപോലെ തന്നെ ഒരു സംശയം 2017 ഉയർന്നിരുന്നു. 2017 നോട്ട് നിരോധനത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം UPയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. വൻ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചു. അപ്പോൾ നോട്ട് നിരോധിച്ചപ്പോൾ അപ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ പലരും ഇതിനെ അനലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് മറ്റവർക്ക് പണി കൊടുക്കുന്നതുകൊണ്ട് അവിടെയുള്ള വർഗീയ വോട്ടുകൾ BJP പോൾ ചെയ്തതായിരിക്കും എന്നാണ്. പക്ഷേ സമാജ്വാദി പാർട്ടി അതിൽ സംശയം ഉന്നയിച്ചു, BSP സംശയം ഉന്നയിച്ചു. തങ്ങൾ നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ പോലും അടിയൊഴിക്കുമ്പോൾ അതിനെതിരെ ഖണ്ഡമായി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊന്നും എന്തൊക്കെയാണെന്നറിയോ? BJP OBC ദളിത് വോട്ടുകളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. അതായത് SPയുടെയും BSPയുടെയും സ്ട്രോങ് ഹോൾഡായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസികൾ BJP ജയിക്കുമ്പോൾ എന്താണ് അതിന് തെരഞ്ഞെടുപ്പ് വിശകലനം? SPയുടെയും BSPയുടെയും പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് BJP കടന്നു കയറി. അക്രോസ് ഓൾ കാസ്റ്റ്സ് BJP ആളുകളെ ആകർഷിക്കുന്നു. BJPയുടെ ഹിന്ദുത്വ അജണ്ട ദളിത് OBC വിഭാഗങ്ങളിലേക്ക് കൂടി, യാദവ് വിഭാഗങ്ങളിൽ കൂടി വ്യാപിക്കുന്നു. ഇവരൊക്കെ ആൻറ്റി മൈനോറിറ്റി ആയിരിക്കുന്നു, അതുകൊണ്ട് ഇവരൊക്കെ BJP വോട്ട്. ഇതെല്ലാം തരം വിശകലനങ്ങളാണ് ഒന്ന്. പക്ഷേ 2017 ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ EVM ഉൾപ്പെടെയുള്ള അട്ടിമറികളുണ്ടോ എന്ന സംശയം കോൺഗ്രസ് അന്നും വേണ്ടിയിട്ടില്ല. SPയും BSPയും ഉന്നയിച്ചപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് വിജയിക്കുന്നു. അതോടുകൂടി ഈ സംശയം എല്ലാവർക്കും മാറി. കർണാടകയിൽ വിജയിക്കുന്നു. അപ്പോൾ പിന്നെ സംശയമില്ല, നിങ്ങൾ ജയിച്ചില്ല ഇവിടെ. പിന്നെ UPയിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്ര വിഷമമെന്ന് ചോദിക്കുന്നു. തൊട്ടുടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുന്നു. അപ്പോൾ എപ്പോഴാണോ ജനങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്നത്, അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കും, പ്രതിപക്ഷ പാർട്ടികൾ ജയിക്കും. ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഈ കോലാഹലങ്ങളൊക്കെ മറക്കാൻ ചിലപ്പോൾ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ ജയിച്ചുകൂടായികയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ബീഹാറിൽ നിങ്ങൾ ജയിച്ചില്ലേ, ഇനി നിങ്ങൾ SIRനും കുറ്റം പറയുന്നു, ഇനി നിങ്ങൾ വോട്ടർ പട്ടികയെ കുറ്റം പറയുന്നു, ഇനി വോട്ട് ചോരി ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾ തോക്കുമ്പോൾ മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അപഹസിക്കുന്നു എന്ന ചോദ്യവുമായി BJP വരും. ഞാൻ പറയുന്നത് ബീഹാറിലെങ്ങാനും ഇനി മഹാഗഡ്ബന്ധൻ ജയിച്ചു പോയാൽ പോലും ഈ സമരത്തിൽ നിന്ന് പ്രതിപക്ഷ കക്ഷികൾ പിന്മാറരുത് എന്നാണ്.